അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? 5 ആക്ടിവിറ്റികൾ നമ്മൾ ചെയ്ത് നോക്കി അല്ലേ? ഓക്കെ, ഇനി നമുക്ക് 6ാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പ്രവേശിക്കാം. ആക്ടിവിറ്റി 6. ആക്ടിവിറ്റി 6ൽ പറയുന്നത് യൂസ് ഓഫ് ആൻഡ്, എ, ദേ. ഇതിൻ്റെ യൂസാണ് പറയുന്നത്. എങ്ങനെയാണ് എ, ആന്, ദേ എന്നുള്ളതൊക്കെ ഉപയോഗിക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ പഠിച്ചതാണ്. എ എന്നുള്ളതും ആന് ഉപയോഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായി. നമ്മുടെ 6ാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ് ഉള്ളത്? ആർട്ടിക്കിൾസ് എ, ആൻഡ്, ദേ. ഇവ എങ്ങനെ ഉപയോഗിക്കും? എ എന്നുള്ളത് എവിടെയാണ് ഉപയോഗിക്കുക? ആൻ എന്നുള്ളത് എവിടെയാണ് ഉപയോഗിക്കുക? എ, ആൻ എന്ന് പറഞ്ഞാൽ ഒരു, ഒന്ന് എന്നൊക്കെ അർത്ഥം വരുന്നു. എ, ആൻ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചയമില്ലാത്ത ഒരു വസ്തുവിന്, അതായത് അതിന് മുന്നേ പറഞ്ഞ ഒരു വസ്തു ഒന്നും ആയിരിക്കില്ല, നേരിട്ടുള്ള ഒരു വസ്തുവിനെ പറയുന്നതിനാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അതാണ് എയും ആനും. ദേ എന്നുള്ളത്, ദ എന്നുള്ളത് എന്താണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അതായത് ദേ, ദ എന്നുള്ളത് എന്താണ്? അതിൻ്റെ മുമ്പ് ഏതെങ്കിലും ഒരു വസ്തുവിനെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. എ എന്നുള്ളത്, ആൻ എന്നുള്ളതും ആദ്യം നമുക്ക് ചർച്ച ചെയ്യാം. എ എന്നുള്ളതും ആൻ എന്നുമുള്ളതിൻ്റെ ഉപയോഗമാണ് നാം പറയാൻ പോകുന്നത്. ആൻ എന്നുള്ളത് വവൽ സൗണ്ട്. ഏതൊക്കെയാണ് ഇംഗ്ലീഷിലെ വവൽ സൗണ്ടുകൾ? ഏതൊക്കെയാണ് വവൽസ്? എ, ഇ, ഐ, ഒ, യു. എ, ഇ, ഐ, ഒ, യു. ഇതാണല്ലോ വവൽസ്. വവൽ സൗണ്ടുകൾക്ക് മുന്നിലാണ് നമ്മൾ ആൻ എന്നുപയോഗിക്കാറ്. ഇതല്ലാത്ത വവൽ സൗണ്ടുകളല്ലാത്ത മറ്റു സൗണ്ടുകൾക്ക് മുന്നിലാണ് നാം ഏതുപയോഗിക്കാറ്? എ എന്ന് ഉപയോഗിക്കാറ്. ഒന്നും കൂടി ശ്രദ്ധിക്കുക. വവൽ സൗണ്ടുകൾക്ക് മുന്നിലാണ് ആൻ എന്ന് ഉപയോഗിക്കുക. വവൽ സൗണ്ടുകൾ അല്ലാത്ത സൗണ്ടുകൾക്ക് മുന്നിലാണ് എ എന്നുപയോഗിക്കുക. എ, ആൻ എന്നുള്ളത് കൗണ്ടബിൾസ് നൗൺസിൻ്റെ മുന്നിൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ദ എന്നുള്ളത് അൺകൗണ്ടബിൾസിൻ്റെയും കൗണ്ടബിൾസ് നൗണിൻ്റെയും മുന്നിൽ ഉപയോഗിക്കും. ഒന്നും കൂടി ശ്രദ്ധിക്കുക. എ, ആൻ എന്നുള്ളത് കൗണ്ടബിൾ നൗൺസിൻ്റെ മുന്നിൽ മാത്രമേ ഉപയോഗിക്കൂ. ദ എന്നുള്ള കൗണ്ടബിൾസ് നൗൺസിൻ്റെയും അതുപോലെ അൺകൗണ്ടബിൾ നൗൺസിൻ്റെയും മുന്നിൽ ഉപയോഗിക്കും. വസ്തു ആദ്യമായി അവതരിപ്പിക്കുമ്പോൾ എ, ഓർ, ആൻ ഇവയാണ് ഉപയോഗിക്കുക. അതിനെ വീണ്ടും ആ വസ്തുവിനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ദ എന്ന് ഉപയോഗിക്കുന്നു. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഐ ബോട്ട് എ പെൻ യെസ്റ്റർഡേ. ഐ ബോട്ട് എ പെൻ യെസ്റ്റർഡേ. ദ പെൻ ഹാസ് ബീൻ ലോസ്റ്റ്. വൺസ് അഗൈൻ, ഐ ബോട്ട് എ പെൻ യെസ്റ്റർഡേ. ദ പെൻ ഹാസ് ബീൻ ലോസ്റ്റ്. ദ പെൻ ഹാസ് ബീൻ ലോസ്റ്റ്. ഇവിടെ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഐ ബോട്ട് എ പെൻ, ഒരു പെന്ന് ഞാൻ വാങ്ങി. യെസ്റ്റർഡേ, ഇന്നലെ ഞാനൊരു പെന്ന് വാങ്ങി. അവിടെ കണ്ടോ, ആദ്യം നമ്മൾ എ പെൻ, ഒരു പേന ഞാൻ വാങ്ങിയെന്ന്. പിന്നീട് ആ പെന്ന് നഷ്ടപ്പെട്ടു എന്ന് വീണ്ടും പറയുന്ന സമയത്ത് ദ പെൻ ഹാസ് ബീൻ ലോസ്റ്റ്. അവിടെ രണ്ടാമത് വന്നപ്പോൾ ഏതാണ് ഉപയോഗിച്ചത്? അവിടെ എ പെൻ എന്ന് പറഞ്ഞോ? ഇല്ല. അവിടെ എന്താണ് ഉപയോഗിച്ചത്? ദ എന്നാണ് ഉപയോഗിച്ചത്. ഉപയോഗിക്കുന്ന മറ്റൊരു സന്ദർഭം യുണീക്ക് ആയ ഒരു വസ്തുവിന് മുമ്പിൽ. എന്താണ് യുണീക്ക് എന്ന് പറഞ്ഞാൽ? യുണീക്ക് ആയ വസ്തു എന്ന് പറഞ്ഞാൽ അതായത് അതുപോലത്തെ ഒരു വസ്തു മറ്റൊരു വസ്തു ഇല്ല. ഉദാഹരണത്തിന് എർത്ത്, ഭൂമി എന്ന് പറയുന്നത് ഭൂമി മാത്രമാണല്ലോ. സൺ, സൂര്യൻ മാത്രമാണല്ലോ. മൂൺ, അത്തരം വസ്തുക്കൾക്ക് മുന്നിൽ ദ എന്നുള്ള ഇത് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അല്ലാതെ എയോ ആനോ ഉപയോഗിക്കുകയില്ല. ഉദാഹരണങ്ങൾ നോക്കാം. ദ എർത്ത്, ദ മൂൺ, ദ സൺ എന്നൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ദ എന്നുള്ളത് ഒരു വസ്തുവിൻ്റെയോ ജീവവർഗങ്ങളുടെയോ വൃക്ഷങ്ങളുടെയോ മുൻ ഏകവചനത്തിൻ്റെ കൂടെ ഉപയോഗിച്ചാൽ, ദ എന്നുള്ളത് ജീവവർഗങ്ങളുടെയോ വൃക്ഷങ്ങളുടെയോ ഏകവചനങ്ങളുടെ കൂടെ ഉപയോഗിച്ചാൽ ആ വസ്തുവിന് ആ വർഗത്തെ മുഴുവൻ സൂചിപ്പിക്കുന്നു. ഉദാഹരണം, ദ കൗ എന്ന് പറഞ്ഞാൽ ആ പശു എന്ന വർഗത്തെ മൊത്തമായിട്ട് സൂചിപ്പിക്കുന്നു. ഓക്കെ, ദ എന്നുള്ളത് ദ കൗ എന്ന് പറയുകയാണെങ്കിൽ ആ പശു എന്നുള്ള വർഗത്തെ മൊത്തം സൂചിപ്പിക്കുന്നു. ഓക്കെ, ഒരു പശു എന്നല്ല, ആ വർഗത്തെ മൊത്തമായി സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദ കൗ ഗിവ് അസ് മിൽക്ക്.
കൗ നമുക്ക്, പശുക്കൾ നമുക്ക് പാല് തരുന്നു. അതായത് പശു എന്നുള്ള ആ വർഗത്തെ മൊത്തമായിട്ട് സൂചിപ്പിക്കുന്നു. ഓക്കെ, ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്നും കൂടി നോക്കൂ. ദ കൗ ഗിവ് അസ് മിൽക്ക്. ആ പശു എന്നുള്ള വർഗം നമുക്ക് പാല് തരുന്നു. അതാണ് ഇവിടെ ഏകവചനത്തിൻ്റെ മുമ്പ് ദ ഉപയോഗിച്ചപ്പോൾ ആ പശു എന്നുള്ള വർഗത്തെ മൊത്തം സൂചിപ്പിക്കുന്നു. ദ എന്നുള്ളത് ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങൾ കൂടി പരിചയപ്പെടാം. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. എന്താണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പിയാനോ, അതുപോലെ ഗിറ്റാർ, ഇതിൻ്റെയൊക്കെ മുന്നിൽ ദ എന്നാണ് ഉപയോഗിക്കാറ്. അപ്പോൾ എങ്ങനെയാണ്? ദ പിയാനോ, ദ ഗിറ്റാർ, ഇതേ മാത്രമേ ഉപയോഗിക്കുള്ളൂ. സൂപ്പർലേറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ലോങ്ങസ്റ്റ്, ബെസ്റ്റ് എന്നൊക്കെ പറയാറില്ല നമ്മൾ, അതിൻ്റെയൊക്കെ മുന്നിൽ ദ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സമുദ്രങ്ങൾ, പർവ്വത, നദികൾ, മരുഭൂമിനൊക്കെ മുന്നിൽ എന്ത് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ? ദ എന്നുള്ള ഇത് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ദ എന്നുള്ളത് ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. ആമസോൺ. ആമസോൺ എന്നുള്ളത് ഒരു റിവറാണല്ലോ, ദ ആമസോൺ. അതുപോലെ ദ സഹാറ, ദ ഹിമാലയ, അറേബ്യൻ സീ. ഇതൊക്കെ എന്താണ്? ഇതിൻ്റെയൊക്കെ മുന്നിൽ, അപ്പോൾ കടലിൻ്റെ മുന്നിൽ, അതുപോലെ പർവ്വതങ്ങൾക്ക് മുന്നിൽ, നദികൾക്ക് മുന്നിൽ, മരുഭൂമികൾക്ക്, ഇതിനൊക്കെ മുന്നിൽ എന്ത് ഉപയോഗിക്കാറുള്ളൂ? ദ എന്നുള്ള ഇത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പുണ്യഗ്രന്ഥങ്ങൾ. പുണ്യഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ മതത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, ബൈബിള്, ഗീത, ഖുറാൻ, ഇതിൻ്റെ ഒക്കെ മുമ്പിൽ എന്ത് ഉപയോഗിക്കുള്ളൂ? ദ എന്നുള്ള ദ ബൈബിൾ, ദ ഖുറാൻ, അതുപോലെ ദ ഗീത എന്നൊക്കെയാണ് ഉപയോഗിക്കാറ്. 4 ദിശകൾക്ക് നാം ഉപയോഗിക്കാറ് ദ ഈസ്റ്റ്, ദ വെസ്റ്റ്, ദ നോർത്ത്, ദ സൗത്ത് എന്നാണ് ഉപയോഗിക്കാറുള്ളത്. അതിപ്പോൾ എയോ ആനോ ഉപയോഗിക്കാറില്ല. പത്രങ്ങളുടെ പേരുകൾ, അതായത് ദ ഹിന്ദു, പ്രഭാതം, ദ മലയാള മനോരമ എന്നുള്ളതിനൊക്കെ എന്താണ് ഉപയോഗിക്കാറ്? ദ എന്നുള്ളതാണ് ഉപയോഗിക്കുക. ചരിത്ര സ്മാരകങ്ങൾ, സംഭവങ്ങൾ, ദ വേൾഡ് വാർ എന്നാണ് ഉപയോഗിക്കാറ്. ഇനി നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോകാം. നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ പാഠഭാഗത്തിലെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫ് ഇങ്ങനെ വായിച്ച് നോക്കുക. എന്നിട്ട് അതിലുള്ള 3 കോളംസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം പിക്ചർ. നമ്മുടെ ആ പാരഗ്രാഫ് ഞാൻ താഴെ ഇടുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ആ പിക്ചർ, ആ 3 കോളംസ് എന്തൊക്കെയാണ്? വേർഡ്സ് വിത്ത് എ. ആ പാരഗ്രാഫിൽ എ വെച്ച് വന്ന വേർഡ്സുകൾ എഴുതുക. ഉദാഹരണം അവിടെ എ ഫിഷർമാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്തത് വേർഡ്സ് വിത്ത്, രണ്ടാമത്തെ കോളത്തിൽ വേർഡ്സ് വിത്ത് ആൻ ഉപയോഗിച്ച് വന്നിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ആൻ ഐലൻഡ് എന്നുള്ള ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ദ എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ദ സ്റ്റോറി എന്നുള്ള അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ താഴെ തന്ന പാരഗ്രാഫിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കി എഴുതാവുന്നതാണ്. അത് നിങ്ങൾ അതവിടെ ബോൾഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ എടുത്ത് ആ പദം കൂട്ടി എഴുതാണ് വേണ്ടത്. ഇതിന് താഴെ ഒരു ആക്ടിവിറ്റി. നൗ കംപ്ലീറ്റ് ദ ഫോളോവിങ് സ്റ്റോറി വിത്ത് എ ആൻഡ് ദ. താഴെ തന്ന എ ആൻഡ് ദ വെച്ചിട്ട് നിങ്ങളോട് പൂർത്തിയാക്കാനാണ്. ആഫ്റ്റർനൂൺ ഡാഷ് ഓക്സ് വാസ് ഗ്രാസിംഗ് ഇൻ ഡാഷ് ഫീൽഡ്. സ്മാൾ ഫ്രോഗ് ഇൻ ഡാഷ് ഫീൽഡ് സോ ഡാഷ് ഓക്സ്. ദ ഫ്രോഗ് തോട്ട് ഐ വാണ്ട് to become big like dash ox. The frogs started puffing and swelling. Am I as large as dash ox? He asked his friends. No, they replied. So the frog himself puffed himself more and more, trying to reach the size of dash ox. Now asked the frog, please don't try anymore. You are only dash frog, not became dash ox, pleaded his friends. But the frog continued to puff and swell large and large until he finally. ഇനി നിങ്ങൾ ആൻഡ് ദ എ ഉപയോഗിക്കണം വേണ്ടത്. അത് സിമ്പിളാണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ദാറ്റ് ഫോളോസ്. ഓക്കെ, ഇവിടെ നമുക്ക് ആർട്ടിക്കിൾ ഉപയോഗിച്ച് ഫില്ല് ചെയ്യാനുള്ളത്. ഏതൊക്കെയാണ് ആർട്ടിക്കിൾ? എ എന്നും ആൻ എന്നും ദ എന്നുമുള്ളതാണ് ആർട്ടിക്കിൾ. അവ ഉപയോഗിച്ച് ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നോക്കി, നമ്മൾ ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് യു സീ ഇൻ ദ പിക്ചർ? എന്താണ് ആ പിക്ചറിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? എ പ്രിസിഷൻ ഈസ് പ്രോഗ്രസ്. Dash man is sitting on
dash the elephant. Dash man is holding dash umbrella in his hands. Dash umbrella is well decorated. Many men and children are following. Dash elephant. Dash child is holding dash aeroplane shaped balloon in his hand. ഇനി നമുക്ക് പേജ് നമ്പർ 28 എഡിറ്റിംഗ് എന്നുള്ള അതൊന്ന് നോക്കാം. ആ വർക്കും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ. ദർ ആർ എ ഫ്യൂ എറർ ഇൻ ഇറ്റ്. ദേ ആർ അണ്ടർലൈൻഡ്. എന്താ പറയുക, താഴെ തന്നിട്ടുള്ള പാസേജ് വായിച്ച് നോക്കിയിട്ട് അതിൽ ചില തെറ്റുകളുള്ള അടിവര ചെയ്തിട്ടുള്ളതൊക്കെ തെറ്റുകളാണ്. അത് നമ്മളോട് തിരുത്താനാണ് പറയുന്നത്. അത് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. Anwar goes to meet his uncle yesterday. His uncle is an engineer. His apartment is between the post office at the city square. His uncle with his aunt are very friendly to Anwar. He to be love with his uncle's family. ഇനി നമ്മളോട് എഡിറ്റ് ചെയ്തിട്ട് താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ. അപ്പോൾ ഇവിടെ അൻവർ ഗോസ് ടു മീറ്റ് ഹിം അങ്കിൾ എസ്റ്റർഡേ. എന്താ അതിൻ്റെ അർത്ഥം? ശരിക്കും അർത്ഥം ഇങ്ങനെയാണ് വരേണ്ടത്. അൻവർ അവൻ്റെ അങ്കിളിനെ കാണാൻ വേണ്ടി ഇന്നലെ പോയി എന്നാണ്. അപ്പോൾ അൻവർ ഗോസ് എന്നാണ് പറഞ്ഞത്. പോയി എന്നുള്ളതിന് എന്താ പറയുക? നമ്മൾ കഴിഞ്ഞ ഈ യൂണിറ്റിൻ്റെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ടെൻസുകൾ പറഞ്ഞ ഭാഗത്ത് പോയി. അപ്പോൾ ഗോ എന്നാൽ പോവുക. അപ്പോൾ പോയി എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. കഴിഞ്ഞു പോയത് അല്ലേ? അപ്പോൾ എന്താണ്? പോയി എന്നാണെങ്കിൽ വെൻറ്റ് എന്നാണ് വേണ്ടത്. അപ്പോൾ അൻവർ വെൻറ്റ് ടു മീറ്റ്. പിന്നെ അവൻ്റെ അങ്കിളിനെ ഇവിടെ ഹിം എന്നാണ് ഉപയോഗിച്ചത്. അവൻ്റെ എന്നുള്ളത് നമ്മൾ പഠിച്ചല്ലോ. എന്താണ്? ഹിസ് അങ്കിൾ യെസ്റ്റർഡേ എന്നാണ് വേണ്ടത്. ഇനിയോ ഹിസ് അങ്കിൾ ഈസ് എ എൻജിനീയർ. അവിടെ ഹിസ് എന്നുള്ളിടത്ത് നമ്മളൊരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ അത് ഏത് ലെറ്ററിലാണ് തുടങ്ങാറ്? ക്യാപ്സ് ലെറ്റർ ആണോ അതോ സ്മാൾ ലെറ്റർ ആണോ? ക്യാപ്സ് ലെറ്ററാണ് തുടങ്ങേണ്ടത് അല്ലേ? അപ്പോൾ എച്ച് എന്നുള്ളതിന് ക്യാപിറ്റൽ ലെറ്ററാക്കി മാറ്റുക. ഓക്കെ. അപ്പോൾ ഹിസ് അങ്കിൾ ഈസ് ആൻ എൻജിനീയർ എന്നാണ് വേണ്ടത് അല്ലേ? എൻജിനീയർ എന്നുള്ളതിൽ വൊവൽസ് സൗണ്ടാണ് അല്ലേ? അതുകൊണ്ട് ആൻ എന്നുകൊണ്ടാണ് അവിടെ തുടങ്ങേണ്ടത്. ഹിസ് അപ്പാർട്ട്മെൻറ്റ് ഈസ് ബിറ്റ്വീൻ ദ പോസ്റ്റ് ഓഫീസ് അറ്റ് ദ സിറ്റി സ്ക്വയർ. സിറ്റി സ്ക്വയറിൻ്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ ആണ് അവൻ്റെ അപ്പാർട്ട്മെൻറ്റ്. സിറ്റി സ്ക്വയറിൻ്റെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്താണ് അവൻ്റെ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ബിറ്റ്വീൻ എന്നാണ് ഉപയോഗിച്ചത്, ഇടയിൽ എന്നുള്ളത്. ഇവിടെ അടുത്ത് എന്നാണ് വേണ്ടത്. അവിടെ ഏതാണ്? നിയർ എന്നാണ് വേണ്ടത്. മനസ്സിലായില്ലേ? നിയർ ദ പോസ്റ്റ് ഓഫീസ് അറ്റ് ദ സിറ്റി സ്ക്വയർ. ഇനി അടുത്തത് ഹിസ് അങ്കിൾ വിത്ത് ഹിസ് ഹോണ്ട് ആർ വെരി ഫ്രണ്ട്ലി ടു അൻവർ. അവൻ്റെ അങ്കിളും അവൻ്റെ അമ്മായിയും ഓണ്ടും അവനോട് വളരെ ഫ്രണ്ട്ലിയാണ്. അൻവറിനോട് വളരെ ഫ്രണ്ട്ലി. അവർ രണ്ട് പേരും അല്ലേ? അവിടെ വിത്ത് എന്നാണ് ഉപയോഗിച്ചത്. അവിടെ എന്താ വേണ്ടത്? നമ്മൾ ആൻഡാണ് ഉപയോഗിക്കുക അല്ലേ? അങ്കിളും അതുപോലെ ഓണ്ടും അവനോട് എന്താണ്? നല്ല ഫ്രണ്ട്ലിയാണ്. ഇനി നമ്മൾ പറയാണ് ഹീ ടു ബി ലവ്സ് വിത്ത് ഹിസ് അങ്കിൾസ് ഫാമിലി. അപ്പം എങ്ങനെ? അവൻ അവൻ്റെ അങ്കിൾസ് ഫാമിലിയോട് നന്നായി ഇഷ്ടമുള്ളവനാണ്. അപ്പം എങ്ങനെ പറയാം? ഹീ ലവ്സ് ടു ബി വിത്ത് ഹിസ് അങ്കിൾസ് ഫാമിലി. അതിനങ്ങോട്ട് തിരുത്തി എഴുതാൻ മതി. ഹീ ലവ്സ് ടു ബി വിത്ത് ഹിസ് അങ്കിൾസ് ഫാമിലി. ഓക്കെ. ഇതാണ് എഡിറ്റിംഗ്. ഓക്കെ. എല്ലാവരും തിരുത്തി നോട്ട് പുസ്തകത്തിൽ എഴുതണം. ഓക്കെ. ആക്ടിവിറ്റീസ് എല്ലാം നോട്ട് പുസ്തകത്തിൽ എഴുതണം. ഓക്കെ.